ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്നലത്തെ വിശേഷങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാവേ. സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് അച്ഛമ്മ നാട്ടിൽ നിന്ന് കുറെ കടല കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിമലയ്ക്ക് അരികിലേക്ക് എത്തുന്നുണ്ട്. അവര് ചെല്ലുന്ന സമയത്ത് വിമല കിടക്കുവാണ്. വിമലയുടെ കിടപ്പ് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് വിമലയ്ക്ക് എന്തോ അസുഖം ഉണ്ടോ എന്ന്. പനിയോ മറ്റോ ആണോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് വിമല പറയാൻ വേണ്ടിയിട്ട് മടിക്കുന്നുണ്ട്. പക്ഷെ വിമലയെ നോക്കുന്ന നഴ്സ് അരികിൽ തന്നെ ഉണ്ട്. അവര് കാര്യം പറയാണ്, ഇവർക്ക് BP കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു മൈൽഡ് അറ്റാക്ക് വന്നു പറയണേ. അത് കേൾക്കുമ്പോഴേക്കും അയ്യോ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല, മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് സിസ്റ്റർ പറയുകയാണേ. ഇത്രയൊക്കെ വയ്യാണ്ടായിട്ടും ആന്റിക്ക് ഞങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങൾ വന്ന് ആന്റിയെ നോക്കില്ലായിരുന്നോ എന്നൊക്കെ രേവതിയും സച്ചിയും മാറി മാറി ചോദിക്കുന്നുണ്ട്. അതിന് മാത്രമൊന്നും എനിക്ക് കുഴപ്പമില്ല, അതാണ് ഞാൻ നിങ്ങളെ വിളിക്കാണ്ടിരുന്നതെന്ന് വിമല പറയാണ്. അത് കഴിഞ്ഞിട്ട് അവര് ആദ്യം അന്വേഷിക്കുന്നുണ്ട്. ആദ്യം എവിടെയാന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് വിമല ഇങ്ങനെ മടിക്കുന്നുണ്ട്. ആദിക്ക് ഇഷ്ടമാണല്ലോ കടല, അതുകൊണ്ട് അച്ഛമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ ഞങ്ങള് ആദിക്കും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ ശ്രീകാന്ത് ഉണ്ടാക്കിയ പീനട്ടിന്റെ മിഠായിയാണ് ഇതും, അവന് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും അവർ ചോദിക്കുന്നത് ആദ്യം എവിടെയെന്നാണ്. അതിന് മറുപടിയായിട്ട് വിമല പറയുന്നത്, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം നന്നായിട്ട് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല. അടുത്തുള്ള ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൂടെ അവനെ അയച്ചു. അവനിപ്പോ അവിടെ നിന്നിട്ടാണ് സ്കൂളിൽ പോകുന്നതെന്നൊക്കെ പറയാണ്. ഇത് കേട്ട് ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും നേരം ആദ്യം അവിടെ ഉണ്ടായിരുന്നല്ലോ. ശ്രുതി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആദ്യ അവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ആണോ, ഞങ്ങള് ആദ്യയെ കാണാൻ വേണ്ടി വന്നത് രേവതി പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് വല്ലവരുടെയും വീട്ടിലൊക്കെ ആദ്യയെ കൊണ്ടുവിടുന്നത്? നിങ്ങൾക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ മകള് ഇങ്ങോട്ട് വന്നില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേവതി ആന്റിക്ക് സുഖമില്ലാത്ത വിവരം ആന്റിയുടെ മകളെ അറിയിച്ചില്ലെന്ന് രേവതി ചോദിക്കും. അറിയിച്ചു, അവളാണ് ഈ നഴ്സിനെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് എന്നെ നോക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയത്. അപ്പോഴേക്ക് നഴ്സ് പറയുന്നുണ്ട്, ആന്റി എനിക്ക് പോകാൻ വേണ്ടിയിട്ട് സമയമായി, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണേ. നഴ്സ് പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, സ്വന്തം അമ്മയ്ക്ക് സുഖമില്ലാണ്ടായിട്ട് ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടോ വരാതെ വേറെ ആൾക്കാരെയാണോ വെച്ചിരിക്കുന്നത് സ്വന്തം അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോഴും അവൾക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ള കാര്യം തോന്നുന്നില്ലേ? അത് അവൾക്ക് അവിടെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് വിമല തുടങ്ങുമ്പോഴേക്കും, എന്താ ആന്റി നിങ്ങൾ ഈ പറയുന്നത്? സ്വന്തം അമ്മയെക്കാളും അതുപോലെ തന്നെ സ്വന്തം മകനേക്കാളും വലുതാണോ ജോലി? ആന്റി ഇതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ആദ്യം നോക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് വേറെ ആളുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. അത്രയ്ക്കും ആന്റിക്ക് വയ്യാണ്ടായി എന്നുള്ള കാര്യം മനസ്സിലായി. എന്നിട്ടും നിങ്ങളുടെ മകള് നിങ്ങളെ കാണാൻ വേണ്ടി വരാത്തത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. രേവതി അവരെയും പറഞ്ഞിട്ട് എന്താണ് കാര്യം? അവർക്കും ഉണ്ടാവുമല്ലോ സ്വന്തം മകള് തന്നെ വന്ന് നോക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ അവള് വരാതിരിക്കുന്നത് തന്നെയായിരിക്കും. ഈ അവസ്ഥയിലും നിങ്ങളുടെ മകള് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇനി അവൾ ഈ പരിസരത്തേക്ക് വരുന്നുണ്ടാവില്ല. എന്തായാലും അമ്മേ, നിങ്ങളുടെ മകളുടെ നമ്പർ ഡയൽ ചെയ്ത് തരൂ, ഞാൻ സംസാരിക്കട്ടെ അവളുമായിട്ട് എന്നുള്ള കാര്യം രേവതി പറയുമ്പോൾ അത് ശരി തന്നെയാണ്. എപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മകളുമായിട്ട് സംസാരിക്കണം എന്നുള്ള കാര്യം പറയും. നിങ്ങൾ ഒന്നെങ്കിൽ ഡയൽ ചെയ്താ അല്ലെങ്കിൽ ഫോൺ നമ്പർ താ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ദേഷ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയാത്ത അവസ്ഥയിൽ വിമലയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുമ വന്നിട്ട് ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആന്റി ഈ അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ തനിയെ നിൽക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ആന്റി എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങളുടെ മകളുടെ നമ്പർ എനിക്ക് താ, ഞാൻ തന്നെ അവളെ വിളിച്ച് സംസാരിച്ചിട്ട് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. വേണ്ട, അവള് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വരും എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് വിമല പറയുന്ന സമയത്ത് എന്തോ ആന്റി എനിക്ക് അതിലൊന്നും വിശ്വാസം തോന്നുന്നില്ല. നിങ്ങളെയും അതുപോലെ തന്നെ ആദ്യയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇനി ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കണ്ണോണ്ടൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് പറയട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് വിമലയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആന്റി ഞങ്ങള് ഇത് കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറയാം എന്നുള്ള കാര്യമാണ് വിചാരിച്ചത്. എന്തായാലും ഇനി കൂടുതൽ ലേറ്റ് ആക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. രേവതിയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് സച്ചി ആക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ രേവതി തുടങ്ങുവാണ്. അന്ന് ആന്റി ആദ്യം ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. അന്നേ ആദ്യം ഞങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ആന്റി ആദ്യം ദത്തെടുത്താലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഇത് കേട്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത് പോലെ വിമല ഒന്നും പറയാതെ നിൽക്കുന്നത് കാണുമ്പോൾ സച്ചി വിമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആന്റി ഒന്നും പറയാത്തത്? ഞങ്ങള് ഒരുപാട് നാളായിട്ട് ആലോചിക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ സമയം സന്ദർഭം വരട്ടെ എന്ന് നോക്കിയിരിക്കായിരുന്നു. ഇതാണ് കറക്റ്റ് സമയം എന്ന് തോന്നുന്നു. കാരണം നിങ്ങളെ നോക്കാൻ ആളില്ല, ആദ്യം നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് നിങ്ങൾ വേറെ എവിടെയോ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് കരുതിയിട്ട് നിങ്ങളെ തനിയെ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോകാം, അച്ഛമ്മ നിങ്ങളെ ഭദ്രമായിട്ട് നോക്കിക്കോളൂ. നിങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് വിമലയ്ക്ക് എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണേ.
തുടർന്ന് രേവതി പറയുന്നത്, അമ്മേ ഞങ്ങൾക്ക് ആദ്യയോടുള്ള സിമ്പതിയുടെ പുറത്തൊന്നുമല്ല ആദ്യയെ ദത്തെടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചത്. അന്ന് ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ അവനും ഞങ്ങൾക്കും ഇടയിൽ എന്തോ ഒരു ബന്ധമുള്ളത് പോലെ തോന്നി. ഇതൊന്നും കേട്ടിട്ട് വിമല ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. വീണ്ടും ആന്റി എന്ന് വിളിച്ചും കൊണ്ട് സച്ചി പറയുന്നത്, ഞങ്ങളെ പോലെ ആദിക്കും ഞങ്ങളോട് ഭയങ്കര കാര്യമാണല്ലോ, അവൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ രണ്ടുപേരെയും ആന്റി അങ്കിൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എന്നാൽ ആ വിളി മാറ്റിയിട്ട് അച്ഛ അമ്മ എന്ന് വിളിക്കണം, അതാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ആന്റി അവനെ നന്നായിട്ട് നോക്കുന്ന രേവതി പറയുകയാണേ. അതെ ആന്റി, അവളുടെ അനിയനെയും അനിയത്തിയും വളർത്തിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് നല്ലൊരു ആളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആദിക്ക് നല്ലൊരു അമ്മയായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന് ആന്റിക്ക് ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതുപോലെ തന്നെ സച്ചിയേട്ടനാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ അമ്മയുടെ സ്നേഹം കിട്ടാതെയാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ആദിക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എന്ന് സച്ചിയേട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. സച്ചിയേട്ടന് ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കും. ഉറപ്പായിട്ടും ആദിക്ക് നല്ലൊരു അച്ഛനായിരിക്കും സച്ചിയേട്ടൻ. ആന്റി, നിങ്ങളുടെ മകള് കാശ് അയക്കുന്നു എന്നല്ലാതെ അവളിൽ ഒരിക്കലും നേരിട്ട് വരും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും രേവതി ആദിക്ക് നല്ലൊരു അച്ഛനും അമ്മയായിട്ട് ഇരിക്കും. നിങ്ങളുടെ മകള് വിചാരിക്കുന്നത് ആദിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാശ് അയച്ചു തന്നാൽ മാത്രം മതി എന്നുള്ള കാര്യമാണ്. എന്നാൽ ആദിക്ക് ഒരു അച്ഛന്റെ അമ്മയുടെ സ്നേഹം അതിൽ നിന്ന് കിട്ടുമോ? ഞങ്ങൾ ആദ്യം പൊന്നു പോലെ നോക്കും. ആന്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോയാൽ മതി. അച്ഛമ്മയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ നന്നായിട്ട് നോക്കും. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ആദ്യം കാണുകയും ചെയ്യാം. തുടർന്ന് രേവതി പറയുന്നത്, ഞങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ ആദ്യത്തെ മകൻ എന്ന് പറയുന്നത് ആദ്യ തന്നെയായിരിക്കും. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ആന്റിയുടെ അഭിപ്രായം എന്താണെന്ന് സച്ചി ചോദിക്കുമ്പോൾ, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? എനിക്ക് ഒന്ന് ആലോചിക്കണമെന്ന് പറയണേ. ഇതിൽ ആന്റി എന്താണ് ആലോചിക്കാനിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാലോ എന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചി അവർക്ക് കുറച്ച് സമയം കൊടുക്കണം. അവർക്കും കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് വേണ്ട ഒരു തീരുമാനം എടുക്കാൻ. ആന്റി നന്നായിട്ട് ടൈം എടുത്ത് ആലോചിച്ചതിന് ശേഷം ഒരു മറുപടി പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ വിമൽ തലയാട്ടുന്നുണ്ട് ആ എന്ന മട്ടില്. രേവതി പറഞ്ഞതുപോലെ തന്നെ ആന്റി നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. നല്ലൊരു തീരുമാനം എടുക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തായാലും നിങ്ങൾക്കും വയ്യാണ്ടിരിക്കുകയാണല്ലോ. ആദ്യം വരുന്ന സമയത്ത് ഇതൊക്കെ അവന് കൊടുക്കണം, അവൻ നന്നായിട്ട് കഴിച്ചോളൂ. ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങുവാണേ. സച്ചിയും രേവതിയും പോയ ഉടനെ തന്നെ വിമലയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ശ്രുതി റൂമിലേക്ക് വേഗം ഓടി ഡോറൊക്കെ അടച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നത്. അമ്മേ, അവര് വന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ദാ അവരിപ്പോ പോയതേ ഉള്ളൂ കല്യാണി. അമ്മേ, ആദ്യം അവര് കണ്ടില്ലല്ലോ. ഇല്ല, നീ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വീട്ടിൽ ഞാൻ അവനെ കൊണ്ടാക്കി. അവര് ആദ്യയെ കുറിച്ച് അന്വേഷിച്ചു എന്ന് ശ്രുതി ചോദിക്കുമ്പോ അന്വേഷിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കല്യാണി അവര് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്ത് കാര്യം ചോദിച്ചതെന്ന് കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ശ്രുതി ചോദിക്കുന്നത്. അവര് ചോദിച്ച കാര്യത്തെക്കാളും അവര് ഉദ്ദേശിക്കുന്ന കാര്യം അത്രയും സത്യസന്ധമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ആദ്യോട് അവർക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട്. അപ്പോ എനിക്ക് അവനോട് സ്നേഹം ഇല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞിട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് കുറച്ചു നാൾ മുമ്പല്ലേ അവനോടുള്ള സ്നേഹം തുടങ്ങിയത്? അവന്റെ അമ്മയാണെന്നുള്ള കാര്യം നീ ഇപ്പോഴല്ലേ അവന്റെ അടുത്ത് പറഞ്ഞത്? അതുവരെയും അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അവന് അമ്മ ഇല്ല എന്നല്ലേ. ഇവ പെട്ടെന്ന് എന്താ അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോ അവര് അമ്മയുടെ അടുത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ആദ്യയെ ദത്തെടുത്തോട്ടെ എന്നുള്ള കാര്യം ചോദിച്ചു. ഇത് കേട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണേ കല്യാണി. എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ട് അവർ അവിടേക്ക് വരുമോ എന്നുള്ള കാര്യം. അവർ വന്ന ഉടനെ തന്നെ അവരെ ചീത്ത പറഞ്ഞങ്ങ് അയച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ അവരെ ചീത്ത വിളിക്കുന്നത്? അവര് ന്യായമായിട്ടുള്ള കാര്യമല്ലേ സംസാരിച്ചത്? എന്ത് ന്യായമായിട്ടുള്ള കാര്യം സംസാരിച്ചു എന്ന് അമ്മ പറയുന്നത്? എന്റെ മകനെ അവര് ദത്തെടുക്കുക എന്നുള്ള കാര്യം പറയുന്നത് അമ്മയ്ക്ക് ന്യായമായിട്ടാണ് തോന്നുന്നത്? നിന്റെ മകനാണെന്നുള്ള കാര്യം നിനക്ക് ഇപ്പോഴാണ് തോന്നിയത് കല്യാണി? അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഇത്രയും നാള് ഒരു കടമ പോലെ വന്ന് കണ്ടിട്ട് പോവുക മാത്രമാണല്ലോ നീ ചെയ്യുന്നത്. എന്നാൽ സച്ചിയും രേവതിയും അങ്ങനെയല്ല. പിന്നെ അവരെങ്ങനെയാണെന്നുള്ള കാര്യം കളിയാക്കുന്ന രീതി ചോദിക്കുകയാണ് ശ്രുതി. അവർ രണ്ടുപേരും ആദിയുടെ മേല് സത്യസന്ധമായ സ്നേഹവും കരുതലും വെച്ചിട്ടുണ്ട്. അവന്റെ ഭാവിയെ കുറിച്ചിട്ട് അവര് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവര് പറഞ്ഞൊരു വാക്കുണ്ട്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. നാളെ അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ആദി അവരുടെ ആദ്യത്തെ കുഞ്ഞായിരിക്കും എന്ന്. അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആർക്കാണ് മനസ്സ് വരുമോ? എനിക്ക് അപ്പോഴേ തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യോ എന്നുള്ള കാര്യം. അങ്ങനെയൊന്നുമില്ല. അവർക്ക് അങ്ങനെയൊന്നും പറയാനത്തെ അറിയത്തുമില്ല. അവരുടെ മനസ്സിൽ തോന്നിയ കാര്യമാണ് അവരിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്കും തോന്നുന്നു രേവതിയുടെയും സച്ചിയുടെയും കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിയുടെ ജീവിതം നന്നായിട്ടിരിക്കുന്നു. അമ്മയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ എടുത്തിട്ട് അവനെ അങ്ങ് കൊടുക്കുന്നുള്ള കാര്യമാണല്ലോ തോന്നുന്നത്. അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തീരുമാനം അമ്മയല്ല എടുക്കേണ്ടത്. ആദി എന്റെ മകനാണ്. അതിനുള്ള അവകാശവും അധികാരവും അമ്മയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വിമലയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. നിർത്തടി, ഇത്ര വർഷമായിട്ടും എന്റെ പേരക്കുട്ടിയെ ഞാനാണ് വളർത്തിയത്. അവന് ഭക്ഷണം കൊടുത്തിട്ട്
താരാട്ടി അവനെ ഇത്രയും കാലം വളർത്തിയത് ഞാനാണ്, എനിക്ക് അവന്റെ മേൽ അധികാരം ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് പറയാനുള്ള അധികാരം നിനക്കാണ് ഇല്ലാത്തത്. അമ്മ എന്തിനാ ഇത്രയും ദേഷ്യം പിടിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ മാത്രമേ നാട്ടിലുള്ള എല്ലാവരും നിന്റെ മകനാണെന്നുള്ള കാര്യം അറിയത്തുള്ളൂ. ഇപ്പോ അമ്മ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ സച്ചിൻ രേവതിയും ചോദിച്ചതില് എന്താണ് തെറ്റുള്ളത്? ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ ദയവ് ചെയ്തിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്, അവരെടുത്ത് പറഞ്ഞേക്ക് ആദ്യം ദത്ത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം. അത് ഞാൻ എങ്ങനെയാടി പറയുന്നത്? അവര് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അമ്മ കൂടുതലൊന്നും പറയണ്ട, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മകൻ അമ്മയ്ക്കൊരു ബാധ്യതയായി, അതുകൊണ്ടാണ് അമ്മ എങ്ങനെയെങ്കിലും ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കുക എന്നുള്ള കാര്യം നോക്കുന്നത്. നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ കൂടുതലൊന്നും പറയണ്ട, ഇങ്ങനെ തന്നെയല്ലേ എന്നെയും മറ്റൊരു ജീവിതത്തിലേക്ക് തള്ളിവിട്ടത്? അമ്മയ്ക്ക് ശല്യമായതുകൊണ്ടാണ് എന്നെ ഒരുത്തന്റെ കൂടെ അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിട്ടത്. അതിന്റെ ഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഇതേ കാര്യം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? ഞാൻ ആദിയുടെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ മകന്റെ ജീവിതം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം തനിക്കറിയാമെന്ന് ശ്രുതി പറയുമ്പോൾ വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും പ്രവൃത്തിയിൽ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോ സച്ചിയും രേവതിയും കൂടി അവനെ ദത്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവൻ നിന്റെ കൺമുമ്പിൽ തന്നെയല്ലേ വളരാൻ വേണ്ടി പോകുന്നത്? ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ അമ്മ വെറുതെ പൊട്ടത്തരം വിളിച്ചു പറയരുത്. നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ആദ്യം എന്നെ അമ്മ എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇതെല്ലാം വെറുതെ ആയി പോകും. ഞാൻ പറയുന്നത് കേക്കു കല്യാണി എന്നുള്ള കാര്യം വിമല പറയുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് അമ്മ അങ്ങോട്ട് കേട്ടാൽ മതി. എന്റെ മകന് എപ്പോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. അവരിനി വരുന്ന സമയത്ത് ആദ്യം ദത്ത് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞേക്ക്. ഇതിന് മേരിയിട്ട് അമ്മ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഞാൻ പിന്നെ മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. സച്ചിയും അതുപോലെ തന്നെ രേവതിയും തിരികെ വീട്ടിലെത്തുവാണ്. എത്തിയ ഉടനെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ രവി. അവരെ കണ്ടോ എന്ന്. ആദ്യം കണ്ടിട്ട് ചോക്ലേറ്റ് എല്ലാം കൊടുത്തു എന്നുള്ള കാര്യമാണ് പറയുന്നത്. പോയതുപോലെയല്ലോ രണ്ടുപേരുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. നിങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണല്ലോ പോയത്. അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ആദിയുടെ അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. ആദിയെക്കുറിച്ചും അതുപോലെ തന്നെ ആദിയുടെ അമ്മമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ടെന്നൊക്കെ പറയാണ്. അവർക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടും അവരുടെ മകള് വന്നില്ലേ കാണാനെന്ന് രവി ചോദിക്കുന്ന സമയത്ത് ഇല്ല അച്ഛ, അവള് ഇപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ സുധി ഉണ്ടല്ലോ അതിന്റെ ബാക്കിയാണെന്നുള്ള കാര്യം തോന്നുന്നത്. അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ ചിന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ് ഭയങ്കരമായിട്ട് റേസ് ആവാണ് സച്ചി. ഇത് കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അവിടെ എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം അറിയില്ലല്ലോ. നമുക്ക് എന്ത് സിറ്റുവേഷൻ വേണമെങ്കിലും ആയിക്കോട്ടെ രേവതി, സ്വന്തം അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമല്ലേ, അന്ന് അരികിലിരുന്നു കൊണ്ട് സ്വന്തം അമ്മയെ നോക്കലല്ലേ ഒരു മകളുടെ കടമ. ഇതെല്ലാം ശ്രുതിയാണെങ്കിൽ മറിഞ്ഞെന്നിങ്ങനെ കേൾക്കുന്നുണ്ടേ. പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി കിടക്കുവാണ്. പണം മാത്രം മതിയോ? പോകുന്ന സമയത്ത് ആരെങ്കിലും ഈ പണം കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കാനോട്ടോ സച്ചി. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ സച്ചി നിനക്കെങ്കിലും അവരുടെ മകളുടെ നമ്പർ മേടിച്ചിട്ട് ഒന്ന് ഫോണിൽ സംസാരിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട രേവതി അച്ഛൻ ഞാനും അവരുടെ നമ്പർ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു, പക്ഷെ അവര് വിളിക്കണ്ട എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആ ആന്റിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും ആ പെണ്ണ് കേൾക്കില്ല എന്നുള്ള കാര്യം. ആ ആന്റിയുടെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലുണ്ടല്ലോ അവളുടെ കാരണം അടിച്ച് പൊട്ടിച്ചാന്. ഇത്രയും വയസ്സായിട്ടും ഈ സമയത്ത് ആദ്യം അവര് നന്നായിട്ട് നോക്കുന്നില്ലേ, ആ നന്ദി പോലും ആ പെണ്ണിനില്ല. എനിക്ക് വെച്ചാൽ എന്തായാലും ഒരു കാര്യം തോന്നുന്നുണ്ട്. എന്താണെന്ന് രവി ചോദിക്കുമ്പോൾ ആ പെണ്ണ് എന്തായാലും തിരിച്ചു വരാനുള്ള ഐഡിയലൊന്നുമല്ല. ചിലപ്പോൾ അവിടെ തന്നെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അവിടെ അങ്ങ് സെറ്റിൽ ആവാനുള്ള പരിപാടിയായിരിക്കും. ആർക്കറിയാം, ചിലപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരുത്തനെ പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ ജീവിക്കുമായിരിക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ ശ്രുതിക്ക് നന്നായിട്ട് കൊള്ളുന്നുണ്ട്. സച്ചേട്ടാ അവിടെ എന്താ സംഭവം എന്നുള്ള കാര്യം അറിയാതെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ അവൾ നല്ലവളാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഭയങ്കര നല്ലവളായിരിക്കും. കാരണം സ്വന്തം അമ്മയും അതുപോലെ തന്നെ സ്വന്തം മകനെയും വിട്ടിട്ട് അവിടെ പോയിട്ട് ജീവിക്കുമല്ലോ. അവളാണോ അത്ര നല്ലവള്? അവള് ശരിയായിട്ടുള്ള കേട് തന്നെയായിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. എന്തായാലും ഇതുപോലെ തന്നെ ആ പെണ്ണ് അവരെങ്ങനെ വിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് രവി ചോദിക്കുന്നത്. ആ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ സുഖമില്ല എന്നുള്ള കാര്യമല്ലേ പറയുന്നത്. പിന്നെ ആ മകനെ ആര് നോക്കും? അതുകൊണ്ടാണ് അച്ഛാ ഞങ്ങള് കാര്യങ്ങളെല്ലാം ആ ആന്റിയുടെ അടുത്ത് പറഞ്ഞത്. എന്ത് പറഞ്ഞു എന്ന്? അച്ഛാ ഞങ്ങള് ഒരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനമാണ്? അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇവര് പറയുന്ന കാര്യങ്ങൾ മാറ്റുവാണ്. സച്ചി ചന്ദ്ര വരുന്നത് കാണുമ്പോൾ അച്ഛാ നമ്മുടെ അച്ഛമ്മ പീനട്ടിന് കൂടെ കുറച്ചും കൂടി വേറെ എന്തൊക്കെ സാധനം കൂടി അയച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ പറയാൻ കേട്ടോ. ചന്ദ്ര ഇതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സച്ചി ടോപ്പിക്ക് മാറ്റുന്നത്. ഞാൻ എന്താണ് നിന്റെ അടുത്ത് ചോദിച്ചത്, നീ അതിന് എന്ത് മറുപടിയാ പറയുന്നത്? അത് അച്ഛാ കുറച്ച് കിഴങ്ങും കൂടി അയക്കാൻ വേണ്ടിയിട്ട് പറയണം അച്ഛാ എന്ന് പറഞ്ഞിട്ട് അമ്മ വന്നു എന്നുള്ള കാര്യം നൈസായിട്ട് പറയുവാണ്. ഓ അതാണ് ഞാനും വിചാരിച്ചത് നീ വേറെന്തോ ആണല്ലോ പറഞ്ഞതെന്ന്.
എന്തായാലും നല്ല കാര്യം അച്ഛൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയുവാണേ. ഇതെല്ലാം അറിഞ്ഞെന്നിട്ട് ശ്രുതി കേൾക്കുന്നുണ്ടല്ലോ. എങ്ങനെങ്കിലും ഇവരുടെ പദ്ധതി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി നോക്കുന്നത്. ചന്ദ്ര വന്നിട്ട് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇപ്പോഴാണോ വന്നതെന്ന്. അതേന്ന് രേവതി പറയുമ്പോഴേക്കും അല്ലല്ല അവള് വന്നിട്ട് ഒരു വർഷമായി എന്നുള്ള കാര്യം സച്ചി പറയണേ. എനിക്ക് ഓൾറെഡി തലവേദനിക്കുന്നുണ്ട്, നീ സംസാരിച്ചിട്ട് വെറുതെ എന്റെ തലവേദന കൂട്ടരുത്. ശരി ഞാൻ സംസാരിക്കുന്നില്ല എന്ന് സച്ചി പറയുമ്പോൾ, നീ എന്തിനാ ഇങ്ങനെ ഒച്ചയെടുത്ത് വർത്താനം പറയുന്നത്. രേവതി നീ പോയിട്ട് ഒരു കോഫി ഉണ്ടാക്കി കൊണ്ട് താ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്ര പോയിട്ട് റൂമിൽ വാതിലടയ്ക്കുവാണ്. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം കാര്യം പറയാൻ വേണ്ടിയിട്ട് രവി പറയുമ്പോൾ, ആദ്യം ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആ അമ്മയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു. ഇത് കേട്ടോണ്ടിരിക്കുന്ന ശ്രുതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്, സങ്കടമൊക്കെ കൂടെ വരുന്ന വല്ലാത്തൊരു അവസ്ഥയിലാണ്. അതിനെക്കുറിച്ച് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാന്നല്ലേ പറഞ്ഞത്. അതല്ല അച്ഛാ, ആ അമ്മ പാവമാണ്, അവര് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തത്. ആദ്യം ദത്തെടുത്തിട്ട് ഞങ്ങള് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാ അച്ഛ. അപ്പോ ആ അമ്മ അവിടെ തനിയാവില്ലേ. ഇല്ല അച്ഛാ, നമുക്ക് അവരെ കൂട്ടിയിട്ട് നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടുപോയാക്കാം. അച്ഛമ്മ അവരെ നന്നായിട്ട് നോക്കിക്കോളൂ. അമ്മയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്തായാലും ശരിയെന്നേ പറയുള്ളൂ. തുടർന്ന് രേവതി പറയുന്നുണ്ട്, ആദിയുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും വിഷമമാണ് അച്ഛ. അവന്റെ അമ്മമ്മന്റെ കാലശേഷം പിന്നെ അവൻ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ടാണ് അച്ഛ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവനെ കൂട്ടിയിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചത്. ഇതെല്ലാം കേട്ടിട്ട് അവരെന്താ പറഞ്ഞെന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. അവര് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാന്നാ പറഞ്ഞത്. അവര് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞാലും എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് സച്ചി. ഇത് കേട്ട് ശരിക്കും ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് ശ്രുതി.